Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി. 9 വർഷത്തെ LDF ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. 2019 വരെ LDFനെയാണ് പിന്തുണച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് UDFനെ പിന്തുണച്ചത്. തീവ്രവാദികളുടെ ഹബ്ബാക്കി മലപ്പുറത്തെ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമാണ് LDF സർക്കാർ നടത്തുന്നത്. അധികാരത്തെയും പോലീസിനെയും മറയാക്കിയാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ ന്യൂനപക്ഷാവകാശങ്ങളെ അടിച്ചമർത്തുന്നത്. ADGP അജിത് കുമാറിലൂടെ സംസ്ഥാനത്ത് നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെ തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. നിലവിൽ MLA ആയിരുന്ന അൻവർ രാജിവെച്ചത് പിണറായി സർക്കാർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിരുന്നു. 2019 മുതൽ UDFനെ പിന്തുണച്ചു. അന്നുവരെ LDF മുന്നണിയെയാണ് പിന്തുണച്ചത്. 2021 ഒറ്റയ്ക്ക് മത്സരിച്ചു. അൻവറിന്റെ നിലപാടിനെ എതിർക്കുന്നില്ല. നിലമ്പൂരിൽ LDFനെ പരാജയപ്പെടുത്താൻ UDFന് മാത്രമേ കഴിയൂവെന്നും റസാഖ് പാലേരി പറഞ്ഞു. UDFും തമ്മിലുള്ള മത്സരമാണ്. കൃത്യമായി ഇവിടുത്തെ ഫീൽഡ് അനുഭവങ്ങളൊക്കെ നമ്മളോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ ജനവിധി ഗവൺമെന്റിനെതിരായ ഒരു ചുവടുവെപ്പായി മാറണമെങ്കിൽ UDF വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇപ്പൊ ഇന്ത്യയിലുടനീളം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെ ജാതി സെൻസസ് നടക്കണമെന്ന് ഉള്ള അഭിപ്രായങ്ങളുണ്ടായി. പല പാർട്ടികളും അത് മുന്നോട്ട് വെച്ചു. CPM കേന്ദ്ര കമ്മിറ്റി പ്രമേയം പാസാക്കി. പല പ്രതിപക്ഷ സർക്കാരുകളും നേരത്തെ തന്നെ ജാതി സെൻസസിന് വേണ്ടി തയ്യാറായി. കേരളത്തിൽ വെൽഫെയർ പാർട്ടി വലിയ പ്രക്ഷോഭവുമായി ആ ഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ ഒരു സ്റ്റെപ്പും എടുക്കാൻ ആ ഘട്ടത്തിലൊന്നും കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. സംവരണത്തെ അട്ടിമറിക്കും വിധം സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് അത് BJP ഏറ്റെടുക്കുകയും കേന്ദ്ര നിയമനിർമ്മാണം നടത്തുകയൊക്കെ ചെയ്ത് നമുക്കറിയാവുന്നതാണ്. അതിനു മുമ്പേ തന്നെ കേരളത്തിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടായി. അതേപോലെ തന്നെ EWSന്റെ അനിവാര്യ ദുരന്തം എന്നോണം ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ +2 സീറ്റ് കിട്ടാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒടുവിൽ EWSന് വേണ്ടി നീക്കിവെച്ച സീറ്റ് ബാക്കിയാവുകയും മറ്റ് സംവരണ സമുദായങ്ങൾ വരെ അത്തരം സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്നു. ചില വിയോജനക്കുറിപ്പുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഇടത് MLA രാജിവെക്കുകയും തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തത്. വെൽഫെയർ പാർട്ടി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ RSS നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇടത് മാധ്യമങ്ങളും സഖാവ് കോടിയേരി ഉൾപ്പെടെ ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ആനി രാജ അടിവരയിട്ട് സംസാരിച്ചത് നമുക്കറിയാവുന്നതാണ്. ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. മലപ്പുറം ജില്ലയിൽ കുറെ കാലമായി കേസ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു ക്രിമിനൽ ഹബ്ബായി ഈ ജില്ലയെ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് കേസുകൾ എടുത്തതിനെ കുറിച്ചും ഒരേ കേസിൽ തന്നെ പല FIR ഉണ്ടാക്കിയിട്ട് നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾക്കെതിരായ അതിശക്തമായ ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വെൽഫെയർ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. വെൽഫെയർ പാർട്ടി ഒന്നിച്ചും UDFുമായി സഹകരിച്ചും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.